നമ്മൾ കണ്ടിട്ടുള്ള മാഷ് ഈ സംഗീതത്തിന് വേണ്ടി ജീവിച്ച ഒരാളാണ്. സംഗീതം അദ്ദേഹം ഈ ആരോ പറഞ്ഞായിരുന്നു, അദ്ദേഹം കുറച്ച് വയറുണ്ടായിരുന്നല്ലോ, തൊപ്പുണ്ട്, കുടവേറുണ്ട്. അതെല്ലാം രവീന്ദ്രൻ മാഷിൻ്റെ കുടവേർ മുഴുവൻ സംഗീതമാണെന്ന്. അതുകൊണ്ട് ദാസേട്ട ഒരിക്കൽ പറഞ്ഞു, കുടവേറിൽ മാത്രമല്ല ശരീരം മുഴുവനുമാണ്. അത് ശരിയായിരുന്നു കേട്ടോ. എപ്പോഴും ആ ഒരു വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യുന്ന ആളായിരുന്നു. വീട്ടിലെല്ലാം കംപ്ലീറ്റ് മാഷ് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോഴും ശരി, മാഷിന് ആ സംഗീതത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മാഷ് ഇപ്പോൾ പറയാറുണ്ട്, ആ പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊരു മൂഡ് അല്ലെങ്കിൽ ഒരു സ്ഥലം, ഇതൊന്നും മാഷിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. എവിടെ ഇരുന്നാലും വരും കമ്പോസ്. ദൈവമായിട്ട് പറയും, ഇന്നത്തെ കാലത്തൊക്കെ എല്ലാവർക്കും അവിടെ ഇവിടെയൊക്കെ പോയിരുന്നാലല്ലേ, ഊട്ടി കൊടൈക്കനാലോ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡൊക്കെ പോയല്ലേ വരുള്ളൂ. മാഷിന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മാഷ് പറയാറുണ്ട്, ഇനി നാളെ തൂക്കിക്കൊല്ലുമെന്ന് പറയുകയാണ്, ഇന്ന് വിധി വന്നെനിക്ക് തൂക്കിക്കൊല്ലും, നാളെ തൂക്കിക്കൊല്ലും. ഇന്നെനിക്ക് പാട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യും. നാളെയല്ലേ തൂക്കിക്കൊല്ലുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റും. നാളെ തൂക്കിക്കൊല്ലുമ്പോൾ ഇന്ന് ഞാൻ ദുഃഖിച്ചിട്ടൊന്നും ഇരിക്കില്ല. അല്ല, ശരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. അതൊരു വലിയൊരു ഗിഫ്റ്റാണ്.